ഓക്കെ, അപ്പം ഞണ്ട് കറി വെക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ 1.5 കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു 1 സ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കണേന് അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ഇല്ല, നമ്മൾ ആവശ്യത്തിന് ഒരു ഞണ്ടൊക്കെ ഏകദേശം ഒരു പാതിയെങ്കിലൊക്കെ മുങ്ങാൻ തീരുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. ആണല്ലേ, ഓക്കെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 2 കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ കുടംപുളി നമ്മൾ തിളച്ച് ഇത് വെന്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. തേങ്ങ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യണം, നമ്മൾ തേങ്ങ മാത്രം വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു മുറി തേങ്ങയും, ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയും പിന്നെ ഒന്നിൻ്റെ പാതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇത് അപ്പുറത്തെടുക്ക്. ഇതിങ്ങനെ എത്ര നേരം തിളക്കണം? രണ്ടു തവണ തിളക്കണം. സമയം ചെയ്യണ്ടോ? ഒരു 10 മിനിറ്റ്. ഞണ്ട് പിന്നെ വേവുമ്പോ അറിയാലോ, അതിന്റെ ഷെല്ലിന്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ഓറഞ്ചിഷ് റെഡ് കളർ ആവൂലേ. അപ്പൊ അതുവരെ നല്ലപോലെ തിളപ്പിച്ച് എടുക്കാം. ഇപ്പൊ ഓൾറെഡി ഞണ്ടില് വെള്ളം ഉണ്ടാവും, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഇച്ചിരി കൂടി പോയിട്ടുണ്ട്, അത് നിങ്ങൾ ഒഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാം. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ ഏറ്റവും ഇപ്പുറത്ത് നിൽക്കണ ആളാണ്. അപ്പൊ എനിക്ക് തൃശ്ശൂർ ഭാഷ നന്നായിട്ടറിയാം. നീ നടക്ക്, നിനക്ക് പിന്നെ എന്തായാലും അറിയാലോ. ഞങ്ങളൊക്കെ സെന്ററിൽ നിൽക്കുന്ന ആൾക്കാരാ. നടുക്കന്നെടി സെന്റർ, നടുക്കന്നെയാളാ സെന്റർ. തൃശ്ശൂർ അയ്യന്തോളര്. ഇതിപ്പോ ആവോ? സാധ്യതയില്ല, ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത്. തേങ്ങ വറുത്തരച്ച് എടുക്കണം. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഞണ്ട് വേവണം. ഭയങ്കര ആർട്ടിഫിഷ്യൽ തൃശ്ശൂർ ഭാഷ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നതാണ് തൃശ്ശൂർ ഭാഷ. ഞാനേ കുറെ നാൾ എറണാകുളം ഭാഷയും കൂടി മിക്സ് ആയി വരും. ഞാൻ പിന്നെ കോളേജ് ഹോസ്റ്റലായിരുന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. മലപ്പുറം, കോഴിക്കോട്. അതല്ല, അവിടെ ഭാഷ മിക്സ് ആവും. അപ്പൊ നമുക്ക് എല്ലാവരുടെയും കോട്ടയം, എൻ്റെ റൂംമേറ്റ് കോട്ടയമായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരുടെ ഭാഷ മിക്സ് ആയിട്ട് ഒരുമാതിരി അലഞ്ഞ ഭാഷയാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കുള്ള നമ്മുടെ സ്ലാങ് ഒക്കെ പോയി. ഞാനവിടെ ചെന്ന് തൃശ്ശൂർ ഭാഷ സംസാരിച്ചോണ്ടിരുന്ന ആളാ. പക്ഷെ എനിക്കിപ്പോ തൃശ്ശൂർ ഭാഷയൊക്കെ നശിച്ചു. ഇവിടെ നമ്മളിപ്പോ എറണാകുളം ഭാഷ എവിടെ പോണേണ് തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി കേട്ടോ. അതായത് ഇപ്പൊ ഈ സമയത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഞണ്ടിലേക്ക് ഒരു എരിവ് കയറുക. അപ്പൊ നമ്മള് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തില് വീട്ടിലിങ്ങനെ ഞണ്ട് ഉണ്ടാക്കുമ്പോ ആർട്ടിഫിഷ്യലി കാര്യത്തിൽ പറയാ. പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ടല്ലോ ഞണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല് ഞങ്ങള് കുറെ പിള്ളേരുണ്ട് ഒരുമിച്ച്.
ഞങ്ങള് ഒരുപാട് പിള്ളേരുണ്ട്. ഞങ്ങള് മാമന്റെ മക്കള്, ഞങ്ങള് നല്ലൊരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പൊ വെച്ചാൽ ഞണ്ടൊക്കെ ഒരു 2-3 കിലോ ഒക്കെ മേടിക്കും. അവിടെയൊക്കെ ഞണ്ട് ഭയങ്കര കുറവാ. ഞണ്ട് മേടിച്ചു കഴിഞ്ഞാല് അവര് ഞണ്ടിന്റെ ഉൾഭാഗം മാത്രം കറി വെക്കി എടുക്കുള്ളൂ. തുറന്നിട്ടല്ല, ഇതിന്റെ കാല് സാധനങ്ങളൊന്നും അവര് കറിയിലിടില്ല. ഇത് സെപ്പറേറ്റ് പുഴുങ്ങിയിട്ട് ഒരു വലിയ വട്ടകയിലാക്കി ഞങ്ങളെ ഫ്രണ്ടിൽ കൊണ്ടുവരും. ഞങ്ങള് പിള്ളേരെല്ലാരും കൂടിയിട്ട് ഈ സാധനം. പക്ഷെ ഞണ്ടുണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു പരിവത്തിരിക്കണ ഞണ്ടുണ്ടല്ലോ, ഈ ഞണ്ട് ഇങ്ങനെ തന്നെയാണ് രസം. കറി കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ്. പക്ഷെ ഇത് വെറുതെ പുഴുങ്ങിട്ട്, ഇപ്പൊ ഇതിന് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടില്ല, ഒന്നും ചെയ്യില്ല, ഒരു ഉപ്പ് മാത്രം ഇട്ട് പുഴുങ്ങും. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് മാമന്റെ മകൾക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ഈ ഞണ്ടിന്റെ ഒരു 70-80% എനിക്ക് തന്നെ കിട്ടാറ്. എന്റെ കുമ്പയുടെ രഹസ്യം അതാന്നൊക്കെ പറയാം. ഞാൻ എല്ലാം കഴിക്കും കേട്ടോ. ഞാനിപ്പോ ഞണ്ടാണെങ്കിലും എന്ത് സീ ഫുഡ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ കഴിക്കും. നമുക്ക് ഇന്ന പീസ് തിന്നണം, ഇന്ന പീസ് തിന്നില്ല എന്നൊന്നുമില്ല. നമ്മളെ കടിക്കാത്ത എന്ത് സാധനമായാലും നമ്മൾ തിന്നാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മതി, നമ്മൾ എന്തും തിന്നും. നമുക്കൊരു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ നമ്മള് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടെന്ന് പറയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിലേക്ക് നമ്മളൊരു അത്യാവശ്യം നല്ലൊരു സ്പൂൺ, 1 ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഞങ്ങളുടെ വീടിന്റെ അടുക്കളയ്ക്ക് ഇത്തിരി മോശമായിട്ടാ. ഞങ്ങള് ഇപ്പൊ ഇത് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരിയുടെ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കണേ. എന്റെ വൈഫിന്റെ, ഇതെന്റെ വൈഫ്, പുള്ളിയുടെ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കണേ. ഞങ്ങളുടെ അടുക്കള ഇതിനും കൂടുതലാണത് വേറെ കാര്യം. പിന്നെ അടുക്കള ഏതായാലും തിന്നാൻ നല്ല കിട്ടിയാ പോരെ. അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതെ, സ്ഥലമില്ലാത്തോണ്ടാണ് ആക്ച്വലി ഇത് വൃത്തി തന്നെയാണ്, പക്ഷെ സ്ഥലം കുറച്ച് കുറവാ. അതുകൊണ്ട് എല്ലാം കൂടി അടുത്തടുത്ത് വെച്ചേക്കുന്നോണ്ട് തോന്നുന്നത് അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മള് ഞണ്ട് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആ സാധനം മാറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ സെയിം പാൻ ഇത് ചീനച്ചട്ടി തന്നെ എടുത്തിരിക്കുന്ന കേട്ടോ. അതിലേക്ക് നമ്മള് സേറ കുറയ്ക്കുന്നുണ്ട്. സേറ കുറയ്ക്കേണ്ടത് ചേച്ചിയുടെ സേറ. അപ്പൊ അതിലേക്ക് നമ്മള് ഗാർലിക് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അയ്യോ കരിഞ്ഞു. ആ സവാള എടുത്ത് ഇഞ്ചി എടുത്തൊന്നുമില്ലല്ലോ. അപ്പൊ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. ജിഞ്ചർ പേസ്റ്റ് ആണല്ലോ, അപ്പൊ നിങ്ങൾ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടാ മതി. ഇത് പേസ്റ്റ് ആണ്, അപ്പൊ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതാണ്. ചൂട് തട്ടുമ്പോ അലിയും. ഇതാണ് എന്റെ മോന് സുന്ദരി മോന് ചെക്കുമോൻ. എന്റെ വീട്ടിൽ ഒക്കെ വരണോ എനിക്ക്? പിന്നെ എൻ്റെ കൂട്ടാൻ കൂട്ടിയിട്ട് ചോരുമാൻ വേണ്ടി ഇരട്ടാ എനിക്ക്. അപ്പോഴേക്ക് എന്തിട്ട് തക്കാളി ഇട്ടാ? തക്കാളി, കറിവേപ്പില, ബേസിക് സാധനങ്ങള് നമ്മള് സാധാരണ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. കേട്ടോ, നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ
വേവിച്ച് വെച്ച ഞണ്ടില്ലേ, ഞണ്ട് അത് അതിന്റെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ കൊള്ളാം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. എല്ലാം ഞങ്ങളെ രണ്ടിന് കുഞ്ഞിക്കാലൊന്നും കളയില്ല, മാക്സിമം ഞങ്ങൾ റോസ്റ്റാണ് വെക്കാറ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒന്ന് അങ്ങനെ കുറച്ച് ചാറ് കറിയായിട്ട് വെക്കാന്ന് വിചാരിച്ചു. പരീക്ഷണാടിസ്ഥാനമാണോ? യെസ് യെസ്. ചാവോ നോക്കിട്ട് അറിയാം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ സാധനം വെച്ചുള്ളത്. യെസ് യെസ് യെസ്. പരീക്ഷണം വിജയിച്ചാൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. നല്ല രസമുണ്ട്. നീ ഓവറാക്കിയെങ്കിൽ അത്ര മതി, അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്തു. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ടു, കുറച്ച് മതി കേട്ടോ. സ്പൂൺ എടുക്കാനുള്ള മടിക്കാണെങ്കിൽ കുരുമുളക് പൊടിയാ, കുറച്ച് കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത് തന്നെയുള്ള പൊടി ഇല്ല, പൊടി ഇട്ടാൽ മതി. എന്നിട്ട് കണ്ണ് വേറെ അക്ഷരം, വായ വേറെ അക്ഷരം. അതുകൊണ്ട് അപ്പൊ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ റൂബി ഞണ്ട് കറി കണ്ടിട്ട് ഒച്ചനാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞണ്ട് കറി റെഡിയായി. എന്താ പോണത്? എരിവുണ്ടാവോ? തുണ്ട് മതി, എരിവില്ലാണ്ട്. എന്റെ മോന് പാപ്പം കൊടുത്തു. കൊള്ളല്ലേ പിന്നെ അമ്മ നല്ലതല്ലേ? എങ്ങനെയുണ്ടെന്ന്? കറി കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് ലേശം കുറഞ്ഞു പോയി, ആ ഉപ്പും കൂടി പൊടിക്കിട്ട് കഴിഞ്ഞാൽ കറി സെറ്റ് കിട്ടും. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ, സെറ്റ് കറി.